ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സീസൺ ആകുമ്പോൾ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ ഒക്കും. ഞാൻ അതിനുവേണ്ടി ഇവിടെ പച്ച ചക്കച്ചുള 20 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പുഴുകിനൊക്കെ അരിയുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ എരിവിനനുസരിച്ച് കാന്താരിമുളകും ഒരു 6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയായിരുന്നു, എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ആ അരിഞ്ഞ ചക്ക നമുക്ക് മിക്സഡ് ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ആ വെളുത്തുള്ളി, കാന്താരിമുളകും ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പിലയ്ക്കൊന്നും അളവില്ല കേട്ടോ, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കടലമാവും, 1/2 ടീസ്പൂൺ ജീരകവും, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും, 1 ടേബിൾ സ്പൂൺ അയമോദകം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആദ്യം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ബട്ടർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബട്ടർ എല്ലായിടവും ഒരുപോലെ വരത്തക്ക രീതിയിൽ കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അതിനുശേഷം അരച്ച് വെച്ച കൂട്ട്, ചക്കയൊക്കെ കൂടെ അരച്ച് വെച്ചില്ലേ, ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ആവശ്യത്തിന് കാണും. അത് വെള്ളത്തിൻ്റെ അളവ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറച്ച് വേണം ഈ ചക്ക അരച്ചെടുക്കാൻ. എനിക്ക് ആദ്യം ഒഴിച്ച 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് മാവ് കണ്ടോ, പരുവത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്കുകൾ നേരത്തെ 10 മുറുക്ക് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുറുക്കെന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കാണാത്തവർ കണ്ട് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ സാധാരണ മുറുക്കുണ്ടാക്കുന്നത് പോലെ തന്നെ സേവനാഴിയിൽ 3 കിഴുത്തയുള്ള ആ മുറുക്കിൻ്റെ ചില്ലിട്ടതിന് ശേഷം ഫില്ല് ചെയ്ത് മുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിയെടുക്കുകയോ എണ്ണയിലോട്ട് ഒഴിക്കുകയോ ചെയ്യാം. ഞാൻ എണ്ണയിലേക്ക് അങ്ങ് ചുറ്റിയെടുക്കുകയോ ചെയ്തത്. പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചക്ക വിഭവങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. ചക്ക എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് സീസണിൽ അതെല്ലാം ട്രൈ ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ച് വേണം ഈ മുറുക്കിൻ്റെ മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ ഒരു സൈഡ് മൂപ്പായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഒരു സൈഡ് ഏതാണ്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ആ ചക്കയും കാന്താരിമുളകും കായവും വെളുത്തുള്ളി എല്ലാം കൂടെ വന്നപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.